وكان الحسن البصري رحمه الله تعالى يقول മഹാനവറുകൾ പറയുന്നു റഅയ്തു മറത്തൻ റജുലൻ മുഅ്തസിലൻ അനിന്നാസി ജനങ്ങളൊക്കെ തൊട്ട് വെടിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ എനിക്ക് കാണാനിടയായി. ഹസൻ ബസ്രി തങ്ങൾ പറയാം. വഖുൽതു ലഹു ലിമ ലാ തുഖാലിതു നാസ, എന്താ ഒറ്റയ്ക്കിരിക്കണേ? അങ്ങനെ ഓരോ ആൾക്കാർ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? എന്താ ജനങ്ങളുമായി ഇടപഴകാത്തത്, എന്താ അവരെ കൂടെ കൂടാത്തത്? ഹസൻ ബസ്രി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാലലി, അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞത്, അന മസ്ഊലുൻ അൻഹും ബിമാ ഹുവ അഹമ്മു, ഏറ്റവും മുഖ്യമായ ഒരു കാര്യം എനിക്കുണ്ട്, അതുകൊണ്ട് ജോലി ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ എനിക്ക് ഓലുമായി കൂടാൻ കഴിയൂല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവരെ തൊട്ട് സോലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്കുണ്ട്, അതിലപ്പ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ജനങ്ങളെ പറ്റി ശ്രദ്ധിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പൊ അത് എന്താണെന്ന് അറിയണല്ലോ. ഹസൻ ബസ്രിയിലെ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദിക്കപ്പെട്ട വ്യക്തി നല്ല മറുപടിയും കൊടുത്തു. അപ്പൊ എന്താണെന്ന് അറിയണം. അപ്പൊ ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു, എന്താ ഇപ്പൊ അത് ഇത്ര വലിയൊരു ജോലി, ജനങ്ങളുമായി ഇടപഴകാൻ പറ്റാതെ ഇത്ര മുഖ്യമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ വഖാല, അപ്പൊ മഹാൻ പറഞ്ഞു കൊടുത്തു, ഇന്നീ ഉസ്ബി കുല്ല യോമിൻ ബൈന നിഅമത്തിൻ വ ബൈന ദംബിൻ, ഞാന് എല്ലാ ദിനവും ആകും, എന്താകും, അനുഗ്രഹത്തിന്റെയും തെറ്റിന്റെ ഇടയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിനവും തെറ്റുണ്ട് അനുഗ്രഹവും രണ്ടും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അന മസ്ഊലും ബിശുക്രി അജലി നിഅമ, അള്ള തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കാരണം വെച്ച് നോക്കുമ്പോൾ നന്ദി രേഖപ്പെടുത്തണം. അങ്ങനെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒന്ന്. ഒബൽ ഇസ്തിഗ്ഫാരി ലി അജലി ദംബി, മറ്റൊന്ന് തെറ്റ് ചെയ്യാണ്, ആ തെറ്റ് കാരണം കൊണ്ട് ഇസ്തിഗ്ഫാറും നടത്തണം. ഈ രണ്ട് കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിനേനെ. അതാ എന്റെ മനസ്സിന്റെ അകത്തളത്തിലുള്ളത്. ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് ജനങ്ങളോട് ഇടപഴകാൻ എവിടെ സമയം? അവരുമായി കുശലങ്ങളോ കൂടാനോ പറയാൻ എനിക്ക് സമയമില്ലല്ലോ. അപ്പൊ ഇത് രണ്ടും തന്നെ ഇഷ്ടം പോലെ എനിക്കുണ്ട് എന്നാണ്. ഈ വാക്ക് കേട്ടപ്പോൾ ഹസൻ ബസ്രി തങ്ങൾ വഖുൽതു ലഹു പറയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അൻത അഫ്ഖഹു മിനൽ ഹസൻ, ഹസൻ ബസ്രിയേക്കാൾ ഏറ്റവും നല്ല അറിവുള്ള പണ്ഡിതൻ താങ്കളാണല്ലോ. വഹദക, താങ്കൾ തന്നെ ഒറ്റക്ക് മതിയാക്കി എന്റെ സഹോദര. ഇജ്ലിസ് വഹദക, താങ്കൾ ഒറ്റക്ക് അവിടെ ഇരുന്നോളൂ, വേറെ ഒരാളും വേണ്ട, നിങ്ങൾ ഏറ്റവും വലിയ മഹാനാണെന്ന്. ഇങ്ങനെയാണ് മഹാന്മാരെ പറ്റി അറിയുന്നത്. വഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുമായിരുന്നു, മിൻ സഖാഫത്തി അഖിലി റജുലി കസറത്തു മആരിഫിഹി എന്നാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ മോശത്തരത്തിൽപ്പെട്ട ഒന്ന്, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് മഅരിഫത്തുകൾ, ഒരുപാട് അറിവുകൾ കൂട്ടി ഉണ്ടായിരിക്കുക. അയാളെ പറ്റി നല്ലോണം അറിയാം. ആ അറിവ് നല്ലോണം ഉണ്ടാവുമ്പോൾ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം പോരാ എന്ന വരിക. എന്നാൽ നല്ല മഹാന്മാർ എത്രയോ പേര് കേട്ടവരുണ്ട് മോശക്കാരെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇതിങ്ങനെ എല്ലാവരും അറിയണം എന്നൊക്കെ ചിന്ത വരുമ്പോൾ മോശമല്ലേ അതൊക്കെ. അപ്പൊ പ്രചാരത്തിലില്ലാതെ ആരും അറിയാതെ അങ്ങനെ ജീവിക്കലാണ് ഗുണകരം. വഖദ് ഖീല ലി ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാഹു തആല, മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി, അലാ തുഖാലിത്തിൻ നാസ, എന്താ താങ്കള് ജനങ്ങളുമായി ഇടപഴകാത്തതും ചോദിച്ചു, കൂടിക്കലരാത്തതും. ഫതഅ്മുറുഹും ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കും. വതൻഹഉം അനിൽ മുൻകർ, തെറ്റായ കാര്യത്തെ തൊട്ട് നിങ്ങൾ അവരെ വെടിയണം. അതെന്താണ് ചെയ്യാത്തെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ വഖാലലി, അപ്പൊ എന്നോട് ഇബ്രാഹിം അധികം തങ്ങൾ പറഞ്ഞത്, അദ്മുലിഖായിഹിം, ഞാൻ ജനങ്ങളുമായി കണ്ടുമുട്ടാതിരിക്കല്, യസ്ഖുതു അന്നി ദാലിക, അത് എന്നെ തൊട്ട് ഒഴിവായി പോവും. ജനങ്ങളെ കണ്ടാ ഞാൻ ഈ കാര്യം നടത്തേണ്ടത്, അവർ കാണാതിരുന്ന പ്രശ്നമില്ലല്ലോ എന്നായി. അപ്പൊ അങ്ങനത്തെയും ബാധ്യതകൾ നിറവേറ്റുന്നിടത്ത് അവർക്ക് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾ കഴിയൂലല്ലോ എന്ന് വിചാരിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത്. വഖീല ലി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, അലാ തുജാലിസൻ നാസ, എന്താ നിങ്ങൾ ജനങ്ങളുമായി ഇടപഴകാത്തതും കൂടെ ഇരിക്കാത്തത്, നിങ്ങൾ ജനങ്ങളോട് ഇരുന്നൂടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഇന്നി ലം അതഫറഉ ലഹും, ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്നില്ല, എനിക്കൊരു കഴിയൂല, അതിനുള്ള ഒഴിവെനിക്കില്ല, എനിക്ക് പല ചിന്തകളും ഉണ്ട് എന്നർത്ഥം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു,
ഇന്നമാ തൊലവുൽ ഉസ്ലത്ത വൽ വഅദത്ത, ഒറ്റപ്പെടുക, വെടിയുക, ജനങ്ങൾ തൊട്ടൊക്കെ വെടിഞ്ഞിരിക്കുക എന്ന കാര്യം അവർ തേടി. ആ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതെന്നെ ഇഷ്ടപ്പെടുന്ന മഹാന്മാര്. അങ്ങനെ ഒരാൾക്കാരുണ്ടല്ലോ, വലിയ വലിയ ചിന്തകന്മാരും നല്ല അറിവുള്ള പണ്ഡിതന്മാരും അല്ലാതെ കൂടിക്കലരാൻ വരൂല. ഓല് എപ്പോഴും ഏകാന്തയിലായിരിക്കും. അതിന്റെ കാരണം അശ്രദ്ധ എന്ന് പറയുന്ന ഉറക്കിൽ നിന്ന് ഉണരുക എന്ന സംഗതി ഉണ്ട്. അതുണ്ടാക്കി തീർക്കാൻ ഏറ്റവും നല്ലത് ഉസ്ലത്തും വഹദത്തുമാണ്. അദൃശ്യകാര്യങ്ങളെ കൊണ്ട് പടച്ച റബ്ബിന്റെ നിരീക്ഷണം അധികരിക്കും. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെ വരും. അതിന് ഒറ്റപ്പെടിന്റെ നല്ലത്. അബദ റബ്ബഹു ഇല്ല അഹബ്ബ അല്ലാ യശ്ഉറ ബിഅഹദുൻ. ഒരടിമയും ഒരിക്കലും എന്താ തന്റെ റബ്ബിന് ആരാധിക്കൂല ഒരാളും. അദ്ദേഹത്തെ കുറിച്ച് ആരും അറിയരുത് എന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ അയാൾ ഇബാദത്ത് ചെയ്യുന്നു, അയാളെ കുറിച്ച് ആരും അറിയണ്ട, ആ ഒരു നിലപാടിൽ ജീവിക്കുന്ന ഒരു അടിമയായിരിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് നടക്കാൻ നിന്നെ കൊണ്ടാവതുണ്ടെങ്കിൽ വലായംഷുല്ലക്ക, അവർ നിന്നെക്കൊള്ള നടന്നു വരരുത്, നീ അങ്ങോട്ട് നടന്നല്ല. തസ്അലുഹും, നീ അവരോട് ചോദിക്കുക. വലാ യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കൂല. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കുന്നു, അവർ നിങ്ങളോട് ചോദിക്കുന്നില്ല. അവരിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുന്നു, അവർ നിങ്ങളിലേക്ക് നടന്നു വരുന്നില്ല. ആ ഒരു രൂപത്തിൽ പറ്റുമെങ്കിൽ അത് ചെയ്തോളിയും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോളിയും, അതൊക്കെ ചെയ്യാം. ജനങ്ങൾ ഇങ്ങോട്ട് സഹായിക്കണം, ഒരു ഇങ്ങോട്ട് പറ്റുന്ന ചിന്തയൊന്നും പറ്റൂല. ഇപ്പൊ വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നി ലഅൽഖർ റജുല ഫലാ യുസല്ലിമു അലയ്യ, ഞാൻ ഒരാളെ കണ്ടുമുട്ടിയിട്ട് അയാൾ എന്റെ മേൽ സലാം പറഞ്ഞില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഫഅറൽ ഫദ്ല ലഹു, ഞാൻ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടെന്ന് അഭിപ്രായപ്പെടും. ഇന്നക്കായും അദ്ദേഹം സ്ഥാനമുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. നല്ലൊരു ചിന്തയായിരിക്കും അർത്ഥം. മരിയത്തു വലഞ്ഞി, ഞാൻ രോഗിയാവുകയാണെങ്കിൽ അയാൾ എന്നെ വന്ന് സന്ദർശിക്കണ്ട. ഇതൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആരൊന്നും അറിയേണ്ടെന്നർത്ഥം. ദഖല അലൈഹി റജുലൻ, അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അല്ലല്ലോ, ഫുദൈൽ ബിൻ ഇയാദ് തങ്ങൾ പറയാണ്. അപ്പൊ ആ തങ്ങള് പറയുന്നു, എന്തു പറയുന്നു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ മറത്തൻ, ഒരിക്കൽ ഒരാൾ വന്നു, വഹാജമത്തൻ, പെട്ടെന്ന് വന്നതാണ്. അങ്ങനെ വക്കാമ, ബഹുമാനപ്പെട്ടവർ എണീറ്റുന്നു. തറക്കലകുൽ ബൈത്ത, വീട് അയാൾക്ക് വേണ്ടി ഒഴിഞ്ഞെടുത്തു. അങ്ങനെ വന്നപ്പോ വക്കാലകുർ റജുല്, ഇയാള് ബഹുമാനപ്പെട്ട ഫുദൈൽ ബിൻ തങ്ങളോട് എന്താണ് ചോദിച്ചു, മാ ബാലുക്കയ്യ അബാലി, എന്താ നിങ്ങളെ അവസ്ഥ? കൊന്ത റഹ്മത്തല്ലി ലിമാദ, എന്നോട് കരുണ കാണിച്ച് നിങ്ങൾ എണീറ്റ് നിൽക്കുക, എന്തിനു വേണ്ടി? അതൊക്കെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിച്ചു. അത് ചെയ്യരുതല്ലോ പറഞ്ഞു ഇയാള്. വഹാലകുൽ ഫുദൈലു, അപ്പൊ ഫുദൈൽ തങ്ങൾ പറഞ്ഞു, വഹാൽ തുരീദു, നീ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഇല്ല അൻ തതസയ്യനലി, നീ എനിക്ക് അഴകാവണം, അതല്ലേ നിന്റെ ഉദ്ദേശം. അതസയ്യനലക്ക, ഞാൻ നിനക്കും അഴകാവണം, ഇതാണപ്പോ എന്റെ ഉദ്ദേശം, അതല്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ യേശു. അനവല്ലാഹി, അള്ളാഹുനെ തന്നെയാണ് സത്യം. ലാ അജിദു ലദ്ദത്തൻ, ഒരു രസം ഞാൻ എത്തിക്കുന്നില്ല, വല റാഹത്തൻ, ഒരു സുഖം എനിക്ക് കിട്ടണില്ല, സന്തോഷമൊന്നുമില്ല, ഇല്ല ഇതാ കൊന്തു വഹദി, ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ട് വീട് താങ്കൾ ഒറ്റയ്ക്ക് ഇരുന്നോളൂ, ഞാനില്ല, കൂടെ ഇരുന്ന് എനിക്ക് ശരിയാവൂല എന്നാ ഫുദൈൽ തങ്ങൾ മറുപടി കൊടുത്തത് എന്നാണ്. പക്ഷെ ഇതൊക്കെ എന്തിനാന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാണ് അതൊക്കെ ചെയ്യണത്. നമ്മളെ ഒറ്റപ്പെടലും നമ്മളെ ഒഴിഞ്ഞിക്കണ മാതിരല്ല ഇത്. റളിയല്ലാഹു തആല അൻഹു, മഹാൻ പറയുന്നു, ലഖദ് അദ്റകനാസ വഹും വറഖുൻ ലാ ശൗക ഫീഹി, വറഖുൻ ലാ ശൗക ഫീഹി, ഞാൻ ജനങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്, അവരൊക്കെ മുള്ളില്ലാത്ത ഇലകളായിരുന്നു, ഒരു കുഴപ്പമില്ല, ആ ഇലക്ക് ഉപയോഗിക്കാൻ പറ്റും. വഖദ് സാറുൽ ആന ശൗകൻ ലാ വറഖ ഫീഹി, ഇന്ന് കുറെ മുള്ളുകളാണ്, ഒരരി നല്ല ഇല്ല, ആകെ അടങ്ങാറാണ്.
അന്ന് നല്ല സുഖമായിരുന്നു, ഇന്ന് വിഷമത്തിലാണ് അർത്ഥം. ശരി തന്നെയല്ലേ അത്? വകാന സുഫിയാൻ ബിൻ ഉയൈന റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഖാല ലി സുഫിയാൻ അസ്-സൗരി റഹ്മഹുല്ലാഹു തആല ബി ഹയാത്തി ബഅദ മമാതിഹി. മഹാൻ എന്നോട് പറയാണ്, തന്റെ ജീവിതകാലത്തിലും ബഅദ മമാതി, തന്റെ മരണശേഷവും, ഹീന റഅയ്തു ഫി മനാമി, ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. ആ കണ്ട സമയത്ത്, മരണശേഷം ജീവിതകാലത്തും മഹാൻ എന്നോട് പറയാറുണ്ട്, അഖ്ലിൽ മിൻ മഅരിഫത്തിന്നാസി ജുഹദക, ജനങ്ങൾ അറിയുന്നതിന് തൊട്ട് നിന്റെ പരിശ്രമം നീ കുറക്കണേ, ആരും അറിയണ്ട. ഫഇന്ന തഖല്ലുസ മിന്നും ഷദീദ്, ജനങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ ഗൗരവം തന്നെയാണ്, പെട്ടെന്ന് കഴിയൂല, ശ്രദ്ധിക്കണം. വലാ യറ ശഖ്സ് മാ യക്റഹു ഇല്ലാ മിമ്മൻ യഅരിഫുഹു, ഒരു വ്യക്തിയും വെറുക്കുന്ന കാര്യം കാണൂല, അയാൾക്ക് പരിചയമുള്ളവരിൽ മാത്രമേ വെറുപ്പ് കാണാൻ കഴിയുള്ളൂ. പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് വെറുപ്പ് കാണാൻ കഴിയില്ലല്ലോ, അപ്പൊ അതിന് പോവണ്ട എന്നർത്ഥം. ഉവഖീല മറത്തൽ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, മഹാനോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, അലാ തുജാരി സന്നാസ്, നിങ്ങൾക്ക് ജനങ്ങളെ കൂടെ ഇരുന്നൂടെ ചോദിച്ചു. ഫഖാൽ അല്ലാ തുജാരി സന്നാസ, ജനങ്ങളെ കൂടെ ഇരുന്നൂടെ ചോദിച്ചതാ. അപ്പൊ ഫഖാല, ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറയുന്നു, ഇന്നന്നാസ ഖദ് ദഹബു തഹത അത്ബാഖിസ്സറ, ജനങ്ങളൊക്കെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ കബറിന്റെ അടിയിലല്ലേ എന്നാ മഹാൻ കൊടുത്ത മറുപടി. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ഇല്ലാത്തതിനർത്ഥം ഓരോ കാലത്താ പറയണത്. അപ്പൊ നമ്മളെ കാലം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പയനം താലിക്കയാഹി, ഈ പറഞ്ഞ കാര്യക്ക് അറിയ സഹോദര, വായത്തതിൽ അൻകും ജുഹദക, നിന്റെ പരിശ്രമത്തെ ജനങ്ങളെ തൊട്ട് ഒഴിവാക്ക്, ഒരു കാണണ്ട. വഖദ് സമീഅത മഖാലാതിഹിം ഫിൽ മിഅതി സാനിയ, 2ാം നൂറ്റാണ്ടിൽ ഇവരുടെ വാക്കുകളൊക്കെ നീ കേട്ട് കഴിഞ്ഞില്ലേ. വകൈഫ ബിക വഅൻത ഫിൽ മിഅത്തിൽ അശറ, ഇപ്പൊ 10ാം നൂറ്റാണ്ടിലാ ഉള്ളത്, എന്താ നിന്റെ അവസ്ഥ അതാലോചിച്ച് നോക്ക്. വഇയ്യാക അൻ യൽഅബിക ഇബ്ലീസു, ഇബ്ലീസ് നിന്നെ കൊണ്ട് കളിക്കും, നീ ശ്രദ്ധിച്ചോ. വയഖൂലക, നിന്നോട് അവൻ പറയലിനെ, അൻത ബിഹംദില്ലാഹ് ഖദ് വസൽത ബിൽ മഖാമി ഇലാ അഹദിൻ ലാ യുശ്ഇറുക ശൈഉൻ അൻ റബ്ബിക, നിന്റെ നാഥനെ തൊട്ട് ഒരു വസ്തു നിന്നെ ജോലിയാക്കാൻ കഴിയൂല, ആ വിധം ഒരു ഉന്നത പദവിയിലേക്ക് ഒരാൾക്കും എത്താൻ കഴിയാത്തോർത്ത് നീ എത്തിയിട്ടുണ്ട് എന്ന് ഇവൻ പറയും. അങ്ങനെ പറയുമ്പോൾ ചതിയാണ്, ശ്രദ്ധിക്കണം. ഫഇന്നദാലിക മിൻ ദസായിസ് ഇബ്ലീസ്, അതൊക്കെ ഇബ്ലീസ് ഒളിപ്പിച്ചു വെച്ച മുസീബത്തിൽ പെട്ടതാണ്. ഫഇന്നക യാഖി, നിശ്ചയമായിട്ടും എന്റെ സഹോദര, ബിയഖീനിൻ, ഉറപ്പുകൊണ്ട്, ഉദ്വന്നാനേക്കാണ്, നിശ്ചയമായിട്ടും നീ അടുത്തോ, മിൻ ഹൗലായി സലഫിൽ മഖാം, സ്ഥാനങ്ങളിൽ മുൻകഴിഞ്ഞു പോയ ആൾക്കാരുണ്ട്, അവരുടെ അടുത്തോ. ഫഅംദാലിക, ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.